ഹലോ നമസ്കാരം എല്ലാവർക്കും മല്ലൂസിക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇവനെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് JBL A സീരീസിൽ പെടുന്ന ഒരു സബ്വൂഫറാണ്. ഇതിൻ്റെ മോഡൽ നെയിം പറയുമ്പോൾ A1300HI എന്ന് പറയും. അപ്പോൾ ഇതൊരു 1300 വോട്ടിൻ്റെ സബ്വൂഫറാണ്. ഇനി നമുക്ക് വേറൊരു പ്രോഡക്റ്റും കൂടെ അൺബോക്സിങ്ങിന് കിട്ടിയിട്ടുണ്ട്. JBL തന്നെ ഒരു സബ്വൂഫറാണ് ഇതും. ഇത് 1500 വോട്ടിൻ്റെ സബ്വൂഫറാണ്. ഇതിൻ്റെ മോഡൽ നെയിം വരുമ്പം A1500HI എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അൺബോക്സിങ്ങിൽ തന്നിരിക്കുന്നത് JAYA എൻ്റർപ്രൈസസ് ആണ്, വെളിയത്തുള്ള. അപ്പോൾ നമുക്ക് നമ്മുടെ JBL A1300HI എന്ന് പറയുന്ന മോഡൽ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ ആദ്യമേ നമ്മൾ കാണുന്നത് ഒരു മാനുവലാണ്. നമ്മുടെ മാനുവലിനകത്ത് എഴുതിയേക്കുന്നത് A1300HI 12 ഇഞ്ചിൻ്റെ വൂഫറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് പിന്നെ എഴുതിയിട്ടുള്ളത്. പിന്നെ JBLൻ്റെ 2 സ്റ്റിക്കേഴ്സ് ഉണ്ട്, നമുക്കത് നോക്കാം. സ്റ്റിക്കേഴ്സ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് ആപ്പിളിൻ്റെ പ്രോഡക്റ്റിനകത്തൊക്കെയാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത് സ്റ്റിക്കേഴ്സ് വരുന്നത്. പിന്നെ ഇപ്പം ചില ബ്രാൻഡുകളും സ്റ്റിക്കേഴ്സ് കൊടുക്കുന്നുണ്ട് അവരുടെ കൂടെ തന്നെ. അത് കൊള്ളാം, നല്ല ഒരു പരിപാടിയാണ്. പിന്നെ നമ്മുടെ മാനുവൽ, പിന്നെ നമ്മുടെ ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ലെങ്തും അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ സബ്വൂഫർ വെക്കാനുള്ള ബോക്സ് സെറ്റ് ചെയ്യാനുള്ള അളവുകളും കാര്യങ്ങളും എല്ലാം. പിന്നെ ചൈനീസിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്ന ഒരു പേപ്പറും ഉണ്ട്. നമുക്ക് നേരെ നമ്മുടെ വൂഫർ ഒന്ന് കാണാം. നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വാറണ്ടി കാർഡ്, JBLൻ്റെ വാറണ്ടി കാർഡ്, ബൈ ഹാർമാൻ, JBL ബൈ ഹാർമാൻ ഓട്ടോസോണിക്സ്. പിന്നെ നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ JBLൻ്റെ സൈറ്റിൽ കയറിയിട്ട് സീരിയൽ നമ്പർ അടിച്ചിട്ട് ക്ലെയിം ചെയ്യണം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ദാണ്ട ഇത് വേറെ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സാക്ഷ്യം വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ. നല്ല വെയിറ്റ് ഉണ്ട്. JBLൻ്റെ തന്നെ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ കാണുന്നത് ഇതിൻ്റെ സീരിയൽ നമ്പറും പിന്നെ ഒരു പവറിൻ്റെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതുമാണ്. നല്ലൊരു 3D പ്രിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. JBL 1300 വോട്ട്സ്, പിന്നെ മോഡൽ നമ്പർ. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. JBL ആയതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇനി നമുക്കിതിൻ്റെ മാഗ്നറ്റ് നോക്കാം. ഇതൊരു ഡ്യുവൽ മാഗ്നറ്റ് ആണ് കേട്ടോ. പിന്നെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, JBL എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്, സീരിയൽ നമ്പർ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാർമാൻ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രീസ് ഇൻകോർപ്പറേറ്റഡ് USA, അമേരിക്കൻ
കമ്പനിയാണെന്ന് തോന്നുന്നു, US. ഓക്കെ. പിന്നെ ഒരു ഹോളോഗ്രാം സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഇത് ഒറിജിനൽ ആണെന്നുള്ളതിനുള്ള ഒരു തെളിവാണത്. ഹോളോഗ്രാം സ്റ്റിക്കർ ഹാർബാൻഡ്. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സീരിയൽ നമ്പർ വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് JBLൻ്റെ. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഡ്യുവൽ മാഗ്നറ്റിൻ്റെ ഡയമീറ്റർ വരുമ്പം 125 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാഗ്നറ്റിൻ്റെ തിക്നെസ് ഒരു 35 mm, ഡയമീറ്റർ ഒരു 125 mm ആണ് വരുന്നത്. പിന്നെ ഒരു നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു ബാസ് ട്യൂബിനകത്താണ് വെക്കുന്നതെങ്കിൽ നല്ലൊരു ബാസായിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള സൗണ്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മളൊരു സ്കോർ ബോക്സിനകത്താണ് വെക്കുന്നതെങ്കിൽ ഒരു സോഫ്റ്റ് സൗണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് സൗണ്ടായിരിക്കും കിട്ടുന്നത്. അതിപ്പം ഉപയോഗിക്കുന്നവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ബോക്സ് സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിനകത്ത് പവറിൻ്റെ കാര്യമാണ് ഇത് പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. 1300 വോട്ട് പീക്കും 300 വോട്ട് RMSും. പീക്ക് എന്ന് പറയുമ്പം ഇതിൻ്റെ പീക്ക് പവറാണ് 1300 വോട്ട് എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പവറിനെ കുറിച്ചിട്ടാണ്. 1300 വോട്ട് പീക്ക് പവറും 300 വോട്ട് RMSും ആണ് ഇതിനകത്ത് കിട്ടുന്നത്. 1300 മാക്സിമം പവറും 300 വോട്ട് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പവറിനെയാണ് 300 വോട്ട് RMS ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സബ്വൂഫറിൻ്റെ പവറിനെ കുറിച്ചിട്ടാണ്. 1300 വോട്ട് പീക്ക് പവറും 300 വോട്ട് RMSും ആണ് നമ്മുടെ സബ്വൂഫറിനുള്ളത്. 1300 വോട്ട് പീക്ക് പവർ എന്ന് പറയുമ്പോൾ 1300 വോട്ട് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കല്. അത്രയൊക്കെ സൗണ്ട് ഔട്ട്പുട്ട് ഇതിൽ വന്നാൽ ഇത് ബേണായിപ്പോവും. അടുത്തത് 300 വോട്ട് RMS എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആവറേജ് പവർ ഔട്ട്പുട്ടാണ് 300 വോട്ട് RMS. അതാണ് കറക്റ്റായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ആക്യുറേറ്റ് ആയിട്ടുള്ള സൗണ്ട്. അപ്പോൾ അൺബോക്സിംഗ് വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ഇറങ്ങുന്ന ബെൽ ബട്ടൻ്റെ കാര്യം ആരും മറന്നുപോലെ. അപ്പോൾ നമുക്ക് ഈ സബ്വൂഫർ തന്ന് സഹായിച്ചത് JAYA എൻ്റർപ്രൈസസ് ആണ്, വെളിയത്തുള്ള. അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.